തിരുവനന്തപുരത്തും കാസർഗോഡും വള്ളിക്കുന്നിലും താനൂരും സ്ഥാനാർത്ഥികളില്ലാതെ ഇടതുമുന്നണി. ജനാധിപത്യ കേരള കോൺഗ്രസ്, INL, നാഷണൽ ലീഗ് എന്നീ പാർട്ടികൾ മത്സരിക്കുന്ന സീറ്റുകളിലാണ് പ്രതിസന്ധി. ഈ മണ്ഡലങ്ങളിലെല്ലാം UDF പ്രചാരണം തുടങ്ങിയിട്ടും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാത്തതിൽ മുന്നണിക്കുള്ളിൽ കടുത്ത അമർഷം പുകയുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ അന്ന് തന്നെയാണ് CPM-ഉം CPI-യും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. എന്നാൽ ഇപ്പോൾ ഇടതുമുന്നണിക്ക് വലിയ പ്രതിസന്ധിയായി തുടരുന്നത് 4 സീറ്റുകളുടെ സ്ഥാനാർത്ഥി നിർണയമാണ്. അതിലേറ്റവും വലിയ പ്രതിസന്ധി തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളമാണ്. തിരുവനന്തപുരം സീറ്റ് ജനാധിപത്യ കേരള കോൺഗ്രസിന് തന്നെയാണ് എന്നുള്ളത് ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനമായി. പക്ഷേ ഇപ്പോഴും സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. UDF അവിടെ CP ജോണിനെ അവതരിപ്പിച്ചുകൊണ്ട് ഘടകകക്ഷിക്ക് സീറ്റ് കൊടുത്തുകൊണ്ട് പ്രചാരണത്തിൽ മുന്നേറി കഴിഞ്ഞു. ഇപ്പോഴും ആരാണ് മത്സരിക്കുന്നത് സംബന്ധിച്ച് അവ്യക്തത തുടരുകയാണ്. കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ CPM-ന്റെ നേതാക്കളുമായി ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ നേതാക്കൾ ചർച്ച നടത്തിയെങ്കിലും ഒരു പേരിലേക്ക് എത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ INL-നും നാഷണൽ ലീഗിനും കൊടുത്തിരിക്കുന്ന കാസർഗോഡ്, വള്ളിക്കുന്ന് സീറ്റുകളിലും സ്ഥാനാർത്ഥികളായിട്ടില്ല. ഇതൊന്നും തന്നെ സിറ്റിംഗ് സീറ്റുകൾ അല്ല എങ്കിൽ പോലും അവിടെയും സ്ഥാനാർത്ഥി നിർണയം വൈകുകയാണ്. ഒപ്പം തന്നെ താനൂരിലും സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. V. അബ്ദുറഹ്മാൻ താനൂരിൽ നിന്നും തിരൂരിലേക്ക് പോയതോടുകൂടി അവിടെയും ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടെയും ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ട ബാധ്യത CPM-നാവുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ആദ്യഘട്ടത്തിൽ കളം നിറഞ്ഞെങ്കിലും ഈ 4 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്തത് CPM-നും അതോടൊപ്പം തന്നെ ഇടതുമുന്നണിക്കും വലിയ പ്രതിസന്ധിയാകുന്നുണ്ട്. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.